സ്വത്ത് മക്കൾക്കല്ല മരുമക്കൾക്കാണ് എന്നുള്ള ഒരു നിർബന്ധ ബുദ്ധിയിൽ ഉറച്ചു നിന്നു. ആദ്യകാലത്ത് അതിനോടൊന്നും വലിയ വലിയ പ്രതിഷേധം അമ്മയ്ക്ക് ഉണ്ടായിരുന്നുണ്ട് തോന്നുന്നില്ല. എന്താണെന്ന് വെച്ചാൽ അമ്മ 7 പ്രസവിച്ച് 8 കുട്ടികളുണ്ടായി. അപ്പോൾ അവർ തമ്മിൽ വളരെ രമ്യതയിൽ കഴിഞ്ഞിട്ടുണ്ടെന്നല്ലേ ഒന്ന് ഊഹിക്കേണ്ടത്. അങ്ങനെയൊക്കെ ആണെങ്കിലും പിന്നീട് അമ്മയ്ക്ക് ഈ കുട്ടികളുടെ ഉത്തരവാദിത്വം അച്ഛൻ എടുക്കാത്തത് വളരെ വിഷമായി തീർന്നു. എന്താ കാര്യം എന്ന് വെച്ചാൽ എൻ്റെ ഗൃഹത്തിലെ അമ്മാവന്മാർ ഇതുപോലെ മരുമക്കളെ സംരക്ഷിക്കുന്ന വ്യവസ്ഥ ഇല്ലതാനും. എൻ്റെ അമ്മാവന്മാരൊക്കെ അമ്മയുടെ താഴെയാണ്, അവർ പുതിയ തലമുറയാണ്. അപ്പോൾ പുതിയ തലമുറക്കാരായ അവർ സ്വാഭാവികമായും വിവാഹം കഴിച്ചപ്പോൾ അവർക്ക് അവരുടെ കുടുംബത്തിനോടാണ് മമത. അപ്പോൾ അമ്മയ്ക്ക് സഹായത്തിന് സ്വന്തം കുടുംബത്തിൽ ആങ്ങളമാരോ അമ്മാവന്മാരോ ഇല്ലാതിരിക്കുക, അച്ഛൻ ഇങ്ങനെ ഈ ചുമതല ഏറ്റെടുക്കാതെയും വരിക. അപ്പോൾ അതിൻ്റെ വിഷമം കൊണ്ട് ക്രമേണ ഇവർ തമ്മിൽ നിരന്തരം വഴക്കായി. അച്ഛനും അമ്മയും തമ്മിലുള്ള വഴക്ക് കണ്ടുകൊണ്ടാണ് ഞാൻ വളർന്നിട്ടുള്ളത്. അത് വലിയൊരു മനഃശല്യമായിരുന്നു. വീട്ടിൽ വന്നാൽ സ്വസ്ഥത ഇല്ല. ശരിക്കും പറഞ്ഞാൽ എന്നും എന്തെങ്കിലും പറഞ്ഞ് വഴക്ക് ഉണ്ടാവും. ഒക്കെ ഈ സാമ്പത്തികമായിട്ടുള്ള വിഷയങ്ങൾ ആണ്. അതാണ് വേറെ വളരെ മനസ്സിനെ മഥിക്കുന്ന തരത്തിലുള്ള ഓർമ്മ എന്ന് പറയാൻ. അതാണ് ഈ അച്ഛനും അമ്മയും തമ്മിലുള്ള വഴക്ക്.